ഇന്ന് പകൽക്കാലം ഒരല്പ നിമിഷത്തെ ദൈവവചന ചിന്തയ്ക്ക് വേണ്ടി ഒരു ഭാഗത്തിലേക്ക് ഞാൻ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. അതിനാധാരമായിട്ട് 1 കൊരിന്ത്യർ 12 അധ്യായം അതിൻ്റെ 12 വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം. 1 Corinthians chapter 12 verse 12. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് പകൽക്കാലം നിങ്ങളുടെ മുമ്പിൽ ഞാൻ പ്രസന്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആ ചിന്ത എന്ന് പറയുന്നത് 5 പ്രധാനപ്പെട്ടതായിരിക്കുന്ന ഫോൾസ് കൺസെപ്റ്റ് എമംഗ് ദ ബിലീവേഴ്സ്. വിശ്വാസികളുടെ ഉള്ളിലുള്ളതായിരിക്കുന്ന, വിശ്വാസികളുടെ ഇടയിലുള്ളതായിരിക്കുന്ന, എല്ലാവരുടെയും ഉള്ളിൽ വേണമെന്നില്ല 5 തെറ്റായിരിക്കുന്ന ചിന്തകൾ. ആ ചിന്തകളാണ് ഇന്ന് പകൽക്കാലം വെളിപ്പെടുത്തുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞാനിന്ന് കുറിവാക്യമായിട്ട് വായിച്ച ഭാഗം നിങ്ങൾക്കറിയാം. കർത്താവ് 1 കൊരിന്ത്യർ 12 അധ്യായത്തിൻ്റെ പ്രാധാന്യത എന്ന് പറയുന്നത് പുതിയ നിയമ സഭ ഒന്നാക്കി മാറ്റിയിരിക്കുന്നു. എങ്ങനെ? പരിശുദ്ധാത്മാവിനാൽ. പുതിയ നിയമ സഭയുടേതായിരിക്കുന്ന പ്രവർത്തന മണ്ഡലങ്ങൾ 1 കൊരിന്ത്യർ 12 അധ്യായം വളരെ വിശദമായിട്ട് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ട് പരിശുദ്ധാത്മാവ് കൊടുത്ത കൃപാവരങ്ങളെ സംബന്ധിച്ചും ആത്മാവ് കൊടുത്തുമായിരിക്കുന്ന ഓരോരുത്തർ കൊടുത്തുമായി വിവിധങ്ങളായിരിക്കുന്ന വരങ്ങളെ വെച്ചുകൊണ്ടും ദൈവം ഓരോരുത്തർക്കും ഉള്ളതായിരിക്കുന്ന ശുശ്രൂഷയുടെ മേഖലകളെ അവിടെ വെളിപ്പെടുത്തിയിട്ട് ദൈവത്തിന്റെ ദാസനാകുന്ന അപ്പോസ്തലനായ പൗലോസ് ഇപ്രകാരം പറയുകയാണ്. അവിടെ പറയപ്പെടുന്ന ഭാഗം എന്ന് പറയുന്നത് അതിന് അവയവം പലതും, ശരീരം ഒന്നും, അതിന് അവയവം പലതും, ശരീരത്തിന്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരം ആയിരിക്കുന്നത് പോലെ ആകുന്നു ക്രിസ്തുവും. നിങ്ങൾക്കറിയാം, സഭയെ ദൈവത്തിന്റെ വചനത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത്, പുതിയ നിയമ സഭയെ ദൈവവചനത്തിൽ ചിത്രീകരിച്ചിരിക്കുന്നത് ക്രിസ്തുവാകുന്ന ശരീരത്തോടു കൂടെ ചേർത്താണ്. എഫേസ്യ ലേഖനം പറയുന്നു, ക്രിസ്തുവാണ് തല, ശരീരഭാഗങ്ങളാണ് സഭ എന്ന് പറയുന്നത്. ഒരു ശരീരഭാഗങ്ങളാണ് സഭയെങ്കിൽ അതിനകത്തെ ഓരോ ഭാഗങ്ങൾ ഒരു ശരീരത്തിന്റെ വിവിധ അവയവങ്ങൾ ഉള്ളത് പോലെ തന്നെ പുതിയ നിയമ സഭയിലേക്ക് കടന്നു വരുന്ന എല്ലാവരും ഒരു ശരീരത്തിന്റെ വിവിധ അവയവങ്ങളാണ്. വിവിധ അവയവങ്ങൾ എന്ന് ഞാൻ പറയുമ്പോൾ പ്രധാനമായിട്ട് 2 ചിന്തകളാണ് നമുക്ക് ആ ഭാഗത്ത് നിന്ന് കാണുവാൻ സാധിക്കുന്നത്. ഒരു ശരീരത്തിന്റെ പല അവയവങ്ങളായിട്ട് നാം ആയിരിക്കുന്നു. അതാണ് ഈ പ്രത്യേകമായിരിക്കുന്ന വാക്യം പറയുന്നത്. ആ ചിന്ത വെളിപ്പെടുത്തുന്നത് 1ാമത്തെ ചിന്ത എന്ന് പറയുന്നത് വി ഹാവ് റിലേഷൻഷിപ്പ് വിത്ത് ഈച്ച് അതർ. നമുക്ക് തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്നുള്ളത് വെളിപ്പെടുത്തുകയാണ്. ഒരു ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നുവെങ്കിൽ ആ ഹോൾ ശരീരമാണ് കഷ്ടം അനുഭവിക്കുന്നത്. ഒരു ശരീരം സന്തോഷം അനുഭവിക്കുന്നുവെങ്കിൽ ഹോൾ ശരീരമാണ് സന്തോഷം അനുഭവിക്കുന്നത് എന്ന് പറയുമ്പോൾ ആ ശരീരത്തിന്റെ ഒരവയവത്തിന് മറ്റ് അവയവങ്ങളുമായിട്ട് തമ്മിൽ ഒരു ബന്ധമുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമായിരിക്കുന്ന വിഷയമാണ്. അങ്ങനെയെങ്കിൽ നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. നാം ഓരോരുത്തരും ക്രിസ്തുവാകുന്ന സഭയിലേക്ക് നാം കടന്നു വന്നിരിക്കുമ്പോൾ, കർത്താവിന്റെ മണവാട്ടി ഗണത്തിൽ ഞാൻ നിങ്ങൾ ഉൾപ്പെട്ട് കടന്നു വന്നിരിക്കുമ്പോൾ, യേശു ക്രിസ്തുവാകുന്ന മണവാളിന് വേണ്ടി ഒരുക്കപ്പെട്ടതായ മണവാട്ടിയായിട്ട് ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ അവയവങ്ങളായിട്ട് ഞാൻ നിങ്ങൾ മാറ്റപ്പെട്ടിരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കേണ്ട 1ാമത്തെ വിഷയമാണ്. തമ്മിൽ നാം ബന്ധപ്പെട്ടിരിക്കാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒറ്റപ്പെട്ടിരിക്കാൻ അല്ല ദൈവത്തിന്റെ വചനം ആഗ്രഹിക്കുന്നത്. ദൈവത്തിന്റെ വചനം ആഗ്രഹിക്കുന്നത് തമ്മിൽ ബന്ധിക്കപ്പെട്ടിരിക്കാൻ തക്കണം ആഗ്രഹിക്കുന്നു. അതാണ് ഈ വാക്യത്തിൽ 1ാമത് കാണുന്നത്, റിലേഷൻഷിപ്പ് വിത്ത് ഈച്ച് അതർ. 2ാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഓരോ ശരീരത്തിന് അതിന് പല അവയവങ്ങളുണ്ട്. ഓരോ അവയവങ്ങൾക്കും ഓരോ പ്രവൃത്തിയുണ്ട് എന്ന് പറഞ്ഞാൽ ഓരോ അവയവങ്ങൾക്കും പേഴ്സണൽ മിനിസ്ട്രി ഉണ്ട്. 2ാമത്തെ ചിന്ത എന്ന് പറയുന്നത് all the believers have personal ministry. അവർക്ക് വ്യക്തമായിട്ട് അവരുടേതായിരിക്കുന്ന ഒരു ശുശ്രൂഷ മണ്ഡലം ഉണ്ട് എന്നുള്ളത് ദൈവത്തിന്റെ വിശുദ്ധ വചനം പറയുന്നു. കൈയുടെ പ്രവൃത്തി അല്ല കാലിനുള്ളത്, കാലിന്റെ പ്രവൃത്തി അല്ല കണ്ണിനുള്ളത്, കണ്ണിന്റെ പ്രവൃത്തി അല്ല ചെവിക്കുള്ളത്. ഓരോ അവയവങ്ങളും വ്യത്യസ്തമായിരിക്കുന്നത് പോലെ തന്നെ സഭയിൽ കടന്നു വന്നതായിരിക്കുന്ന ഓരോ വിശ്വാസികൾക്ക് പ്രത്യേകമായിരിക്കുന്ന ഒരു പേഴ്സണൽ മിനിസ്ട്രി ഉണ്ട്. നിങ്ങൾ ഈ ഒരു വലിയ സത്യം മനസ്സിലാക്കേണ്ടതാണ്. സഭയിലേക്ക് നാം കടന്നു വരുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഒരു ശുശ്രൂഷയുണ്ട്, എനിക്കും നിങ്ങൾക്കൊരു മിനിസ്ട്രി ഉണ്ട്.
അപ്പോൾ ആ മിനിസ്ട്രിയുടെ ഒരു ഭാഗം ഞാൻ നിങ്ങൾ മനസ്സിലാക്കണം. പ്രധാനമായിട്ട് ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളെ ചിന്തിപ്പിക്കുവാൻ പോകുന്നത്, സഭയിൽ ഞാൻ നിങ്ങൾ കടന്നു വരുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഒരു ശുശ്രൂഷ ഉണ്ട് എങ്കിൽ ആ ശുശ്രൂഷയ്ക്ക് വ്യത്യസ്തമായിട്ടുള്ള 5 ചിന്തകൾ നമ്മുടെ പലരുടെയും ഉള്ളിൽ വ്യാപരിക്കുന്നതായിരിക്കുന്ന 5 ചിന്തകളെയാണ്, തെറ്റായിരിക്കുന്ന ചിന്തകളെയാണോ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു സത്യം നമ്മൾ മനസ്സിലാക്കണം. സഭയിലുള്ള ഓരോ വിശ്വാസികൾക്ക് ഒരു പ്രവൃത്തി ഉണ്ടെങ്കിൽ, അവയവങ്ങൾക്ക് അതതിൻ്റെതായ പ്രവൃത്തി ഉണ്ടെങ്കിൽ, ആ പ്രവൃത്തി ചെയ്യിപ്പിക്കാതിരിക്കുന്നത് ആര് എന്ന് ചിന്തിക്കുമ്പോൾ അത് ദുഷ്ടനായിരിക്കുന്ന പിശാച് നമ്മെ തടയുകയാകുന്നു എന്നുള്ളത് യാഥാർത്ഥ്യം നാം മനസ്സിലാക്കണം. പലപ്പോഴും പല സത്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കത്തില്ല. ദൈവത്തിന്റെ വിശുദ്ധവചനം 2 കൊരിന്ത്യർ 4:4 ദൈവത്തിന്റെ ദാസനിപ്രകാരം പറയുന്നുണ്ട്, ദൈവ പ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കേണ്ടതിന് ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. അപ്പോൾ ദൈവ പ്രതിമയായ ക്രിസ്തുവിന്റെ തേജസ്സുള്ള സുവിശേഷത്തിന്റെ പ്രകാശനം ശോഭിക്കാതിരിക്കുന്നുവെങ്കിൽ അതിന്റെ കാരണമെന്ന് പറയുന്നത്, ദൈവത്തിന്റെ വിശുദ്ധവചനത്തിൽ പഠിപ്പിക്കുന്ന പോലെ ഈ ലോകത്തിന്റെ ദൈവം അഥവാ ദുഷ്ട പിശാച് ഹൃദയങ്ങളെ കുരുടാക്കിയിരിക്കുക. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത് ചില കുരുട്ടുകണ്ണുകൾ തുറക്കപ്പെടുവാൻ സാധിക്കുമെങ്കിൽ സ്വർഗത്തിൽ വളരെ സന്തോഷമായിരിക്കും, പ്രസാദമായിരിക്കും. ഇന്ന് നമ്മുടേതായിരിക്കുന്ന കണ്ണുകൾ തുറക്കപ്പെടുന്ന ഒരു ദിവസമാകട്ടെ എന്ന് ആത്മാർത്ഥമാണ് ഞാൻ പ്രാർത്ഥിക്കുക. എന്താ വിഷയം ഞാൻ പറഞ്ഞു വന്നത്? എനിക്കും നിങ്ങൾക്കും ഒരു മിനിസ്ട്രി ഉണ്ട്. അടുത്തിരിക്കുന്ന ആൾ കൈ കൊടുത്തോട്ട് പറഞ്ഞാട്ട്, നമുക്കൊരു മിനിസ്ട്രി ഉണ്ട്, എനിക്കൊരു മിനിസ്ട്രി ഉണ്ട്. ഒന്നോട് പറഞ്ഞാട്ട്, എനിക്കൊരു മിനിസ്ട്രി ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്, സഭ പെർഫെക്റ്റ് ആകണമെങ്കിൽ എല്ലാ അവയവങ്ങളും ഒരുമിച്ച് ചേർന്നെങ്കിൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. ഏതെങ്കിലും ഒരവയവം മാത്രമായിരിക്കുന്നുവെങ്കിൽ അത് ശരീരം പെർഫെക്റ്റ് ആകത്തില്ല. അതുകൊണ്ട് പെർഫെക്ഷൻ ഓഫ് എ ബോഡി എന്ന് പറയുന്നത് എല്ലാ അവയവങ്ങളും ഒരുമിച്ച് ജോയിൻലി ടുഗദർ ഒരുമിച്ച് ഭംഗിയായി ചേരുമ്പോഴാ. അങ്ങനെയെങ്കിൽ മനസ്സിലാക്കേണ്ടത്, എനിക്കും നിങ്ങൾക്കും ഒരു മിനിസ്ട്രി ഉണ്ട് എങ്കിൽ, സഭയിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുമ്പോൾ എനിക്കും നിങ്ങൾക്കും ഒരു ശുശ്രൂഷ ചെയ്യുവാൻ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാർഗ സത്യമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, വെറുതെ ഒരു കാഴ്ചക്കാരനെ പോലെ വന്നിരിപ്പാൻ വേണ്ടി അല്ല ദൈവം നമ്മെ ആരെയും ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ ഒരു ശുശ്രൂഷ ഫലമേൽപ്പിച്ചുകൊണ്ട് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുമ്പോൾ ആ ശുശ്രൂഷ ഞാനും നിങ്ങളും ഏറ്റെടുക്കേണ്ടത് വളരെ ആവശ്യമായിരിക്കുന്ന കാര്യമാണ്. അതിൽ പ്രധാനമായിട്ട് 5 തെറ്റായിരിക്കുന്ന ഒരു ചിന്തകൾ. എന്തൊക്കെയാണോ ആ ചിന്തകൾ? പ്രധാനമായിട്ട് ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത് ഒരു എക്സസ് ഫീലിംഗ്. എന്താണ് ഈ എക്സസ് ഫീലിംഗ് എന്നുകൊണ്ട് ഞാൻ അർത്ഥമാക്കിയത്? ഒത്തിരി പേര് അവിടെ പ്രവർത്തിക്കാനുണ്ട്, എൻ്റെ ആവശ്യം അവിടെ ഇല്ല. പലപ്പോഴും നമ്മുടെ പലരുടെയും ഉള്ളിലെ ഒരു ചിന്ത ഇതാണ്, മറ്റൊത്തിരി പേര് പ്രവർത്തിക്കാനുണ്ട്, അതുകൊണ്ട് എൻ്റെ ആവശ്യമില്ല. ഞാൻ അതിനാണ് ഈ ഒരു വേർഡ് കൊടുത്തത്, ഒരു എക്സസ് ഫീൽ, ഒരു അധിക പറ്റ. ഞാൻ വന്നു, എനിക്കുള്ള ജോലി എന്ന് പറയുന്നത് ഇരുന്നു ആരാധിച്ചു പോവുക എന്നുള്ളതാണ്. അതിനപ്പുറത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. കസേര പിടിക്കാനാണെങ്കിൽ ആൾക്കാരുണ്ട്, മറ്റെന്ത് ജോലിക്കാണെങ്കിലും ആൾക്കാരുണ്ട്, എൻ്റെ ആവശ്യം അവിടെ ഇല്ല. ഞാൻ ഒന്നാമത് ഓർപ്പിക്കട്ടെ, അങ്ങനെ ഒരു ചിന്ത കൊണ്ടുവരുന്നു എങ്കിൽ അത് ദുഷ്ട പിശാചിന്റെ ഒരു ചിന്തയാണ്. ദൈവത്തിന്റെ തിരുവചനം പറയുന്നു, നാം ശരീരമായിരിക്കുമ്പോൾ സഭയാകുന്ന ശരീരത്തിൽ പ്രവർത്തിക്കുവാനായിട്ട് പല മേഖലകൾ, അതൊരു പക്ഷെങ്കിൽ സഭയ്ക്ക് അകത്ത് കടന്നു വന്ന് പ്രവർത്തിക്കണമെന്ന് മാത്രമില്ല. പക്ഷെ ഒരു കാര്യം യാഥാർത്ഥ്യമാണോ, സഭയ്ക്ക് അകത്തായിക്കൊള്ളട്ടെ പുറത്തായിക്കൊള്ളട്ടെ എല്ലാവർക്കും അവരുടേതായിരിക്കുന്ന ഒരു മിനിസ്ട്രി ഉണ്ട്. പക്ഷെ ആ മിനിസ്ട്രി ചെയ്യാതിരിക്കുവാൻ തക്കവണ്ണം എന്നെയും നിങ്ങളെയും തടയുന്നത് ഒത്തിരി പേര് ഉണ്ട് എന്നുള്ള ചിന്തയാകുന്നുവെങ്കിൽ, ആ ചിന്ത കൊണ്ട് ദൈവം നമ്മെ ഫലമേൽപ്പിച്ചാണെങ്കിൽ ദൈവിക ശുശ്രൂഷ ചെയ്യാതിരിക്കുന്നുവെങ്കിൽ അതിന്റെ കാരണമെന്ന് പറയുന്നത് നിങ്ങളുടെ ആ ചിന്തയല്ല, ദുഷ്ട പിശാച് നിങ്ങളുടെ ഉള്ളിൽ കൊണ്ടുവന്നിരിക്കുന്ന തെറ്റായ ചിന്തയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, പുതിയ നിയമസഭ ഉടലെടുത്തു വളരെ ഭംഗിയായിട്ട് മുൻപോട്ട് കടന്നു പോകുകയാണ്. സഭ കടന്നു പോകുന്ന സമയത്താണോ സഭയ്ക്കകത്ത് ചില പ്രശ്നമുണ്ടായത്? എന്തുവാ പ്രശ്നമുണ്ടായത്?
യവന ഭാഷക്കാരും എബ്രായ ഭാഷക്കാരും രണ്ടുപേരും കൂടെ വഴക്കിടുക. എന്തുവാ വഴക്കിന്റെ കാരണമെന്ന് പറയുന്നത്? അവർ വിധവമാരെ ഉപേക്ഷയായി വിചാരിച്ചു എന്നുള്ളത്. നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് അതിന് പോംവഴി കാണുവാനായിട്ട് ഇടയായിത്തീർന്നത്. ആ പ്രത്യേകമായിരിക്കുന്ന പൊസിഷൻ നികത്തുവാൻ തക്കവണ്ണം സഭയ്ക്കകത്തു നിന്ന് തക്ക വ്യക്തികളെ എഴുന്നേൽപ്പിച്ചു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? സഭയിൽ ഒന്നാമത് കടന്നു വന്ന പരീക്ഷയിൽ നിന്ന് സഭ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. അപ്പോസ്തലന്മാർ ഈ ഒരു തെരഞ്ഞെടുത്തില്ലായിരുന്നുവെങ്കിൽ അന്നേ സഭ പല കഷ്ണങ്ങളായി മാറ്റപ്പെട്ടേനെ. പക്ഷേ ആയി തീർന്നതിന്റെ കാരണമെന്ന് പറയുന്നത്, അതിൽ ഒരു കൂട്ടം ആൾക്കാരെ അതിനുവേണ്ടി തെരഞ്ഞെടുത്ത, ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തപ്പോൾ ആ വേക്കന്റ് അവർക്ക് നികത്തുവാൻ ഇടയായിത്തീർന്നത് സഭ മൊത്തമായിട്ട് അനുഗ്രഹിക്കപ്പെടുവാൻ ഇടയായിത്തീർന്നു. ഇന്ന് പകൽക്കാലം ഞാൻ ആ വേർഡ് നിന്ന് ഓർപ്പിക്കട്ടെ. നിങ്ങൾ കൊടുക്കേണ്ട കൈ നിങ്ങൾ കൊടുക്കാതിരിക്കുമ്പോൾ സഭ അത്രയും ബലഹീനമാകി. പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമേ അല്ല, നമ്മൾ കൊടുക്കേണ്ട കരങ്ങൾ നമ്മൾ കൊടുക്കാതിരിക്കുമ്പോൾ, നമ്മൾ ഒരു കൈ കൊടുക്കേണ്ടത് നമ്മൾ കൊടുക്കാതിരിക്കുമ്പോൾ, നമ്മൾ താങ്ങാതിരിക്കുമ്പോൾ, നാം ചെയ്യുന്നത് പറയുന്നത്, നാം ആയിരിക്കുന്നതായിരിക്കുന്ന, നാം നിൽക്കുന്നതായിരിക്കുന്ന സമൂഹത്തിന്റെ ബലഹീനതയിലേക്ക് നയിക്കുക. പ്രിയപ്പെട്ടവരെ, അതിന്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. കുറ്റം കണ്ടു കഴിഞ്ഞാൽ കുറ്റം പറയുവാൻ സാധിക്കും. കുറ്റം പറയുന്നതല്ല അതിന്റെ ബ്യൂട്ടി എന്ന് പറയുന്നത്. ഒരു കുറ്റം കാണുമ്പോൾ ആ വിടവിന് ഒന്ന് കൈ കൊണ്ടൊന്ന് വെച്ചുകൊണ്ട് ആ വിടവിനെ ഒന്ന് മാറ്റുവാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും വളരെ അനുഗ്രഹിക്കപ്പെട്ടത്. ഒന്നാമത്തെ ചിന്ത എന്ന് പറഞ്ഞ എക്സസ് ഫീൽ. ഞാൻ അധികപ്പറ്റ, എൻ്റെ ആവശ്യങ്ങൾ ഇവിടെ ഒന്നുമില്ല, എനിക്ക് യാതൊരു കാര്യങ്ങളുമില്ല, ഞാനിങ്ങനെ മുമ്പോട്ട് പോയി വന്നു ആരാധിച്ചു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് സെൽഫ് ഇവാലുവേഷൻ, which is not according to the will of God. ഒരു സ്വയം വിലയിരുത്തൽ. പക്ഷേ ആ വിലയിരുത്തലിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ദൈവ വചനത്തിന്റെയോ ദൈവഹിതത്തിന്റെയോ വെളിച്ചത്തിലല്ല. എന്താ ഞാൻ ആ പറഞ്ഞതിന്റെ അർത്ഥം? അതിന്റെ അർത്ഥം എന്ന് പറയുന്നത്, അതിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഇതാണ്. പലപ്പോഴും നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്ന ഒരു വിഷയമാണ്, എനിക്ക് വലിയ കൃപയൊന്നും, എനിക്ക് വലിയ കഴിവൊന്നും ഇല്ല. ഈ ഒരു ചിന്ത വാസ്തവത്തിൽ നിങ്ങൾ മനസ്സിലാക്കണം. എന്താ അവിടെ സംഭവിച്ചത്? ഒരു സ്വയമായിട്ട് വിലയിരുത്തുക. എൻ്റെ കഴിവിനെ ഞാനൊന്ന് വിലയിരുത്തുക, എൻ്റെ കഴിവിനെ ഞാനൊന്ന് ഐഡന്റിഫൈ ചെയ്യുക. എന്നിട്ട് എന്തുവാ ഞാൻ പറയുന്നത്? അത് ദൈവവചന വ്യവസ്ഥയ്ക്കകത്ത് നിന്നുകൊണ്ടാണ് ഇവാലുവേറ്റ് ചെയ്യുന്നതെങ്കിൽ നല്ലതാണ്. പക്ഷെ സംഭവിക്കുന്നത് സ്വയം വിലയിരുത്തിക്കൊണ്ട് സ്വയമായിട്ട് അങ്ങ് മാറ്റിക്കളയുക. എനിക്ക് വലിയ കൃപയൊന്നുമില്ല, അതുകൊണ്ട് എൻ്റെ ജോലി എന്ന് പറഞ്ഞ് വന്നിരിക്കുക മാത്രമാണ്. ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. കർത്താവായ യേശു ക്രിസ്തു ഒരു താലന്ത് കൊടുത്തവനോടും യേശു കണക്ക് ചോദിച്ചു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. കൃപ ലഭിക്കാത്തവർ ആരും പുതിയ സഭയിലില്ല. എല്ലാവർക്കും കൃപ ലഭിച്ചിട്ടുണ്ട്. എല്ലാവർക്കും കൃപ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കൽ പോലും എൻ്റെയും നിങ്ങളുടെ നാവിൽ കൂടെ കടന്നു വരരുത് എനിക്ക് കൃപ ഇല്ല എന്നുള്ളത്. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ കരങ്ങൾ പരമേൽപ്പിച്ചതായിരിക്കും ദൈവത്തിന്റെ കൃപ. വ്യാപാരം ചെയ്യുവാൻ ഞാൻ നിങ്ങളും ആഗ്രഹിക്കുമ്പോൾ മാത്രമേ നമ്മിലായിരിക്കുന്ന ദൈവത്തിന്റെ കൃപ എന്നിലും നിങ്ങൾ കൂടെ മൾട്ടിപ്ലൈ ചെയ്യത്തുള്ളൂ. ഇല്ലാത്തടത്തോളം കാലം അത് വളരത്തില്ല. നമ്മിലായിരിക്കുന്ന ദൈവകൃപയെ നമുക്ക് വളർത്തണമെങ്കിൽ നമുക്കൊരു ബോൾഡ് സ്റ്റെപ്പ് എടുത്ത് മുൻപോട്ട് കടന്നു വരേണ്ടത് ആവശ്യമാണ്. ഭയാളികളെ സ്വർഗ്ഗരാജ്യത്തിന് ആവശ്യമില്ല. ദൈവത്തിന്റെ വിശുദ്ധവചനം വെളിപ്പാട് പുസ്തകം പറയുന്നത് ജയാളികളെ മാത്രമാണോ സ്വർഗത്തിന് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞാൽ, മല്ല് പിടിക്കുവാൻ തക്കണം ഒരുക്കമുള്ളവര്, വെല്ലുവിളിക്കുവാൻ തക്കണം ഒരുക്കമുള്ളവര്, എന്റെ ദൈവത്താൽ ഞാൻ മതിൽച്ചാടി കടക്കുമെന്ന് പറയുവാൻ തന്റെ ഇടമുള്ളവര്, അവരെയാണ് സ്വർഗത്തിന് ആവശ്യമായിരിക്കുന്നത്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത്, ചിന്തിപ്പിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, എനിക്ക് വലിയ കൃപയൊന്നുമില്ല, അതുകൊണ്ട് ഇത് മതി എന്നുള്ളത്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ചിന്ത എന്ന് പറയുന്നത് പ്രീ കൺസെപ്റ്റ്. പ്രീവിയസ് എക്സ്പീരിയൻസ്, കഴിഞ്ഞ കാലങ്ങളുടെ അനുഭവങ്ങളുടെ മുൻവിധി. പലരും പറയുന്ന ഒരു വലിയ പ്രശ്നം ഇതാണ്, ഇങ്ങനെ വന്ന് ഒന്ന് കണ്ടു കേട്ടു ആരാധിച്ച് അങ്ങ് പോയി കഴിഞ്ഞാൽ ഒരു പ്രശ്നവുമില്ല, അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഭയങ്കര പൊളിറ്റിക്സ്. ഒരു തെറ്റാലിക ചിന്ത.
സഭയ്ക്കകത്തേക്ക് കടന്നു വന്ന് പ്രവർത്തിക്കുവാൻ തക്കവണ്ണം തടസ്സമായിട്ട് മാറ്റി നിർത്തുവാൻ കാരണമായിരിക്കുന്ന ഒരു വിഷയമാണ് ഈ ഒരു ചിന്ത. ഈ ഒരു ചിന്ത വാസ്തവത്തിൽ എവിടുന്ന് കിട്ടിയതാ? ഇത് നമ്മുടെ പാസ്റ്റ് എക്സ്പീരിയൻസാണ്. കഴിഞ്ഞ നാളുകളിൽ ആരെങ്കിലും പറഞ്ഞു വന്നിട്ടുള്ളതോ, കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ആയിരുന്ന സമൂഹത്തിൽ ഉണ്ടായിരുന്നതായിരിക്കുന്ന, ഞാനും നിങ്ങൾ കണ്ടും കേട്ടുമായിരിക്കുന്ന വിഷയങ്ങളാണോ നമ്മുടെ മനസ്സിലിരിക്കുന്നത്? കഴിഞ്ഞ നാളുകൾ നമ്മൾ എവിടെയായിരുന്നു അവിടെ പൊളിറ്റിക്സ് ആണെന്ന് പറഞ്ഞത്. ഒന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, ഒരു ക്രിസ്തീയ സഭയുടെ ഒരു പ്രാധാന്യത എന്ന് പറയുന്നത് പൊളിറ്റിക്സിനകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ഒന്നായിരിക്കത്തില്ല ഒരു ക്രിസ്തീയ സഭ. വേദപുസ്തകം ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലാക്കിയ ഒരു വലിയ സത്യമുണ്ട്. ആ വേർഡ് ഇപ്രകാരമാണ് അരുമനാഥനാകുന്ന യേശു പറഞ്ഞത്. പരീശന്മാരോട് ശാസ്ത്രന്മാരോട് പറഞ്ഞൊരു വേർഡാണിത്. അവരോട് പറഞ്ഞത്, നിങ്ങൾ ഒരുവനെ മതത്തിൽ ചേർക്കുവാൻ കരയും കടലും താണ്ടി നടക്കുന്നു, ചേർന്ന ശേഷം അവനെ നിങ്ങളെക്കാൾ ഇരട്ടിച്ച് നരകയോഗ്യനാക്കുന്നു. ഞാൻ ചിന്തിക്കുണ്ടായ ഒരു ലീഡറിന്റെ ക്വാളിറ്റി, ഒരു ലീഡറിൻ്റെതായിരിക്കുന്ന റെസ്പോൺസിബിലിറ്റി, ഒരു ലീഡറിൻ്റെതായിരിക്കുന്ന പൊട്ടൻഷ്യൽ ഈ ഒരു വേർഡിൽ വെളിപ്പെടുത്തുന്നുണ്ട്. എന്താ പറയുന്നത്? കരയും കടലും താണ്ടി ഒരുവനെ മതത്തിൽ ചേർക്കുവാൻ കൊണ്ട് നിങ്ങൾ അധ്വാനിക്കുന്നു, ഒത്തിരി നിങ്ങൾ കഷ്ടപ്പെടുന്നു. പക്ഷെ ചേർന്ന ശേഷം അവനെ ആരാക്കി മാറ്റുക? നിങ്ങളെക്കാൾ ഇരട്ടിച്ച നരയോഗ്യനാക്കി. ആര് മാറ്റുന്ന പറയുന്നത്? ദ ലീഡർ. പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഒരു ലീഡർഷിപ്പിൽ നമ്മൾ നിൽക്കുന്ന ആ സമയത്ത്, ഈവൻ ദോ ഒരു സെൽ ലീഡർ ആണെങ്കിലും മറ്റേത് ലീഡർ ആണെങ്കിലും, ഒരിക്കൽ പോലും വിശ്വാസികളെ പൊളിറ്റിക്സിലേക്ക് നയിക്കുന്ന ഒരു ലീഡർ ആകുന്നുവെങ്കിൽ ആ സഭയിൽ നിന്ന് ഓടിപ്പൊക്കോണമെന്നുള്ളത് ഞാൻ ഓർപ്പിക്കട്ടെ. ഒരിക്കൽ പോലും ഒരു പൊളിറ്റിക്സിൽ നിന്നുകൊണ്ട് ആത്മീയമായിട്ട് എനിക്കും നിങ്ങൾക്ക് വളർത്തപ്പെടുവാൻ സാധ്യമല്ല. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവദാസനാകുന്നുവെങ്കിൽ, ദൈവത്താൽ നയിക്കപ്പെടുന്ന ഒരു വ്യക്തിയാകുന്നുവെങ്കിൽ, ഒരിക്കൽ പോലും തന്റെ വ്യക്തിപരമായിരിക്കുന്ന താല്പര്യത്തിന് വേണ്ടി ആ ഗ്രൂപ്പില് ഒരു പൊളിറ്റിക്സും വെക്കുവാനിടയാകത്തില്ല. കാരണം പൊളിറ്റിക്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സഭയ്ക്ക് നാശമാണ്. ഇതെന്ത് പറ്റുന്നു? പണ്ടത്തെ ചിന്തകൾ അത് ഇന്നും നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. അവിടൊക്കെ ഭയങ്കര പൊളിറ്റിക്സാ. ഞാൻ ഓർപ്പിക്കട്ടെ, മാറുന്നത് ഫുൾഗോസ്പൽ ചർച്ചിനെ കുറിച്ച് അഭിമാനത്തോടെ പറയുവാൻ സാധിക്കും. കർത്താവിന് കൃപയാൽ ഇതുവരെ പൊളിറ്റിക്സ് അല്പം പോലും കടക്കാതെ വണ്ണം കർത്താവ് ഇതുവരെ പരിപാലിച്ചു. കമ്മിറ്റിയുണ്ട്, കമ്മിറ്റി വളരെ സന്തോഷമായിട്ട് ചിരിച്ച് കളിച്ച് ഞങ്ങൾ വെച്ച് കാര്യങ്ങൾ തീരുമാനിക്കുന്നു. ഇതൊക്കെയും എവിടുന്ന് കിട്ടിയെന്ന് പറയുമ്പോൾ ഇതൊരു മനുഷ്യന്റെ കഴിവുകൊണ്ട് ലഭിച്ചതല്ല, പിന്നെയോ ദൈവത്തിന്റെ കൃപയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, മൂന്നാമത്തെ തെറ്റാനിക്ക് ചിന്ത എന്ന് പറയുന്നത് അകത്തോട്ട് കടന്നു കഴിഞ്ഞാൽ മുഴുവൻ പൊളിറ്റിക്സ്. ഞാൻ ഓർപ്പിക്കട്ടെ, അകത്ത് കടക്കാതെ രക്ഷപ്പെടുവാൻ സാധ്യമല്ല. ഒരു പുറത്തു നിന്ന് പോകുന്നുവെങ്കിൽ നിങ്ങൾ ഒരിക്കൽ പോലും ഒരു ദൈവപൈതലായിട്ട് വളരുവാൻ സാധ്യമല്ല. നമുക്ക് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പിലേക്ക് ഞാൻ നിങ്ങൾ കടന്നു വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നാം അകത്തേക്ക് കടന്നെങ്കിൽ മാത്രമേ സാധ്യമാകത്തുള്ളൂ. നാലാമത്തെ പ്രത്യേകത, നാലാമത്തെ തെറ്റായ ചിന്ത, അൺബിബ്ലിക്കൽ സ്പിരിച്വലിസം. വേദപുസ്തകത്തിന് അനുസരണമല്ലാത്ത ആത്മീയത. എന്തുവാ വേർഡ് ഞാൻ വെളിപ്പെടുത്തുവാൻ? അൺബിബ്ലിക്കൽ സ്പിരിച്വാലിസം. എന്തുവാന്നറിയാൻ ഞാൻ പറഞ്ഞു വരുന്നത്? അവിടെ പറയുന്നത് പലപ്പോഴും ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ നല്ലൊരു ചിന്തയാണ്. വിത്ത് ഓൾ ഓഫ് സിൻസിയറിറ്റി ദൈവത്തെ കണ്ടുമുട്ടുമ്പോൾ ചിന്തയാണ്, എനിക്ക് ലോകം വേണ്ട, ലോകത്തിലൊരു മോഹം വേണ്ട, ഒരു കാര്യം വേണ്ട, എനിക്ക് ആത്മീയം മാത്രം മതി. പ്രിയപ്പെട്ട വെറും തെറ്റായിരിക്കുന്ന ചിന്തയാണ്. ഞാനും നിങ്ങളും ആയിരിക്കുന്ന ഈ ലോകത്തിനാകുന്നു എന്നുള്ളത് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു മച്യൂരിറ്റി എന്ന് പറയുമ്പോൾ തെറ്റും ശരിയും മുൻപിൽ വെച്ചിട്ട് ആ തെറ്റിനെ മാറ്റിയിട്ട് ശരിയെ തെരഞ്ഞെടുക്കുവാൻ പ്രാപ്തനാകുന്നതാണ് ഒരു ജ്ഞാനി എന്ന് പറയുന്നത്, ബുദ്ധിയുള്ള ഒരു വ്യക്തിയുടെ ലക്ഷണം എന്ന് പറയുന്നത്. തെറ്റൊന്നും എൻ്റെ മുമ്പ് വേണ്ട, ഞാൻ മുൻപോട്ട് പോകാം എന്ന് ചിന്തിച്ചാൽ നിങ്ങൾ ചിന്തിച്ചോണം അത് എത്രമാത്രം ദോഷമാണ്. ഞാൻ കഴിഞ്ഞ നാളുകളിൽ ഒരു 1-2 വർഷങ്ങൾക്ക് മുമ്പ് മേഴ്സി കൂടെ അസുഖമായി കിടന്നപ്പോൾ ഞാനൊന്ന് ചിന്തിച്ചു, ഒരു എയർ പ്യൂരിഫയർ ഒന്ന് മേടിച്ചു കൊടുക്കാം, അത് ഡിസിൻഫെക്റ്റഡ് ആണ്, ഒന്ന് മേടിച്ച് വെച്ച് വീട്ടിൽ വെക്കാം ഞാൻ ചിന്തിച്ചു. ബട്ട് ഒരു ദിവസം ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഞാൻ വീട്ടിലിങ്ങനെ പ്രാർത്ഥിക്കാനിരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഇപ്പോൾ ആ ഒരു ചിന്ത വന്നു, നീ എവിടെയെല്ലാം ഇത് സൂക്ഷിക്കുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, കർത്താവേ, റൂമിനകത്ത് ഒരു റൂം വെച്ച് കഴിഞ്ഞാൽ ആ റൂമൊക്കെ വളരെ പെർഫെക്റ്റ് ആണ്. അന്നേരം ദൈവനോട് ചോദിച്ചു, ഒരു കാര്യം ഇതാണ്, ഈ വ്യക്തിയെ നീ എന്ത് ചെയ്യാനാ പോകുന്നതെന്ന് ചോദിച്ചു.
ഈ വ്യക്തി എന്തായാലും വെളിയിലോട്ട് ഇറങ്ങിയിട്ടേ പറ്റത്തുള്ളൂ, വെളിയിലോട്ട് പോകണം. അപ്പോൾ ഇവിടുത്തെ ഈ അറ്റ്മോസ്ഫിയറിൽ നമ്മൾ ഒരു ഇൻഫെക്ഷനും ഇല്ലാതെ വളരെ സേഫ് ആയിരിക്കുന്ന ഒരു മൂവ്മെന്റ്സ് ഉണ്ട് എങ്കിൽ ആ മൂവ്മെന്റ്സിന് അനുസരണമായിട്ടാണ് ആ ശരീരം പ്രവർത്തിക്കുന്നത്. കാരണം അറ്റ്മോസ്ഫിയർ അതാ. ഇതിന് വ്യത്യസ്തമായിരിക്കുന്ന വെളിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ വളരെ ഈസിയാണ് ഉള്ളത് മുഴുവൻ കയറാൻ. ഞാൻ പറഞ്ഞതിന്റെ വിഷയം നിങ്ങൾ മനസ്സിലായോ? പണ്ടത്തെ കാലത്ത് കൊച്ചു കുഞ്ഞുങ്ങളായിരുന്നപ്പോൾ മഴ പെയ്താൽ ഓടിപ്പോകുമായിരുന്നു, ഒരു പനിയും പിടിക്കത്തില്ലായിരുന്നു. കാണുന്നതെല്ലാം വലിച്ചു വാരി കഴിക്കുമായിരുന്നു. മാവ് ഉണ്ടെങ്കിൽ മാവേന്ന് മാങ്ങ തിന്നും, അപ്പത്തി കയറി പേരയ്ക്ക തിന്നും, എന്ന് വേണ്ട മുഴുവൻ കഴിക്കുമായിരുന്നു. വയറ്റിലൊരു അസുഖവും ഇല്ല. ഇപ്പൊ എന്ത് ചെയ്തു? ഇപ്പൊ എല്ലാം സൂക്ഷിച്ച് വന്നപ്പോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലായിപ്പോയി. നമ്മുടെ ബോഡി അതുമായിട്ട് അങ്ങ് ലയിക്കുക. ഞാനൊന്ന് ഓർപ്പിക്കട്ടെ, നമ്മുടെ സ്പിരിച്വാലിസം എന്ന് പറയുന്നത് ആത്മീയ തലത്തിൽ മാത്രം ജീവിച്ചുകൊണ്ട് എനിക്കും നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാനായിട്ട് സാധ്യമല്ല. എന്റെയും നിങ്ങളുടെ മുൻപിൽ ആത്മീയത മുൻപിലുണ്ടോ, ഭൗതികത മുൻപിലുണ്ടോ? എന്റെയും നിങ്ങളുടെ ബുദ്ധി എന്ന് പറയുന്നത് ആ ഭൗതിക തലത്തെ വിട്ടുമാറ്റിയിട്ട് ആത്മീയ തലം ഏറ്റെടുക്കുവാൻ സാധിക്കുന്നതാണോ ജ്ഞാനമെന്ന് പറയുന്നത്? ഇതാണ് ദൈവം നമ്മളിൽ കൂടെ എക്സ്പെക്ട് ചെയ്യുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോണേ, ഞാൻ ആത്മീയത്തിന് മാത്രമേ ഉള്ളൂ, ആത്മീയ കാര്യം മാത്രമേ ഞാൻ നോക്കുന്നുള്ളൂ എന്ന് പറയുന്നത് അൺബിബ്ലിക്കലാണ്. വേദപുസ്തകത്തിൽ അങ്ങനെയല്ല. അരുമനാഥനാകുന്ന യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിലേക്ക് നിങ്ങൾ നോക്കിയാട്ടോ, യേശു ആത്മീയമായിട്ടുള്ള വിഷയത്തിൽ മാത്രമല്ല ഭൗതിക വിഷയത്തിലും യേശു ഇൻവോൾവ് ആയിരുന്നു. ആ ഇൻവോൾവ്മെന്റാണ് കാനയിലെ കല്യാണ വിരുന്നിൽ കർത്താവായ യേശു ചെന്നത്. ആ ഇൻവോൾവ്മെന്റ് ആണോ മാർത്തയുടെ വീട്ടിൽ കർത്താവായ യേശു ചെന്നത്? എന്താ ഇവിടുത്തെ വിഷയം എന്നാണെന്നറിയാമോ? ഞാനും നിങ്ങളും എക്സ്പോസ് ടു എവറിത്തിങ്. ആ എക്സ്പോസ് ചെയ്യുന്ന ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് അവിടെയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടത്. വിച്ച് വൺ ഈസ് ഗുഡ് ആൻഡ് വിച്ച് വൺ ഈസ് റോങ്. അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അത് ഞാൻ ഇങ്ങനെ കൊടുക്കുകയാണ്: പാസ്റ്റർ കോൺസെൻട്രേഷൻ. പാസ്റ്ററെ കേന്ദ്രീകരിച്ചുകൊണ്ടിരിക്കുക. പാസ്റ്റർ ഉണ്ടെങ്കിൽ ബൈബിൾ സ്റ്റഡിക്കുണ്ട്. പാസ്റ്റർ വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ ആരാധനയ്ക്കുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിക്കോണേ, വളരെ തെറ്റായിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. ഒരു വ്യക്തിയല്ല സഭ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. സഭ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് യേശുവിനെയാണ്. നിങ്ങൾ മനസ്സിലാക്കിക്കോണേ, എനിക്കും നിങ്ങൾക്കും ഒരു ജോലി ദൈവം തന്നിട്ടുണ്ട്. എനിക്കും നിങ്ങൾക്കും ഒരു പ്രവൃത്തി ദൈവം തന്നിട്ടുണ്ട്. ആ പ്രവൃത്തി ചെയ്യുവാനായിട്ട് എന്നെ നിങ്ങളെ കുറ്റാക്കിയിരിക്കുമ്പോൾ ഒരു വ്യക്തിയിൽ ഫോക്കസ് ചെലുത്തുന്നുവെങ്കിൽ, ഇതാണ് ആദിമ നൂറ്റാണ്ടിൽ അപ്പോസ്തോലിക കാലത്ത് ഈ പ്രശ്നമില്ലായിരുന്നു. അപ്പോസ്തോലിക കാലം കഴിഞ്ഞപ്പോൾ ഇത് സംഭവിച്ചതാർക്ക് ഒരു വലിയ ദൂഷ്യമെന്ന് പറയുന്നത് ഒരു വൺ മാൻ ഒരു ഷോ. ഒരു മനുഷ്യനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ആ മനുഷ്യനെ പൊക്കി വെച്ചുകൊണ്ട് അദ്ദേഹവുമായിട്ട് റിലേറ്റഡ് ആയിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകുന്ന ഒരവസ്ഥ ഇന്ന് പകൽക്കാലം ഞാൻ ഓർപ്പിക്കട്ടെ, അത് സഭയ്ക്ക് തെറ്റായിരിക്കുന്ന ഒരു കൺസെപ്റ്റാണ്. ഒരു വ്യക്തിയല്ല സഭ ഉയർത്തേണ്ടത്, ഒരു മനുഷ്യനല്ല സഭയിൽ ഉയർത്തപ്പെടേണ്ടത്. അരുമനാഥനാകുന്ന യേശുവിനെ ആകണം സഭയില് ഉയർത്തപ്പെടേണ്ടത്. യേശുവാകണം നമ്മുടെ ആരാധ്യ പുരുഷൻ. യേശുവാകണം നമ്മുടെ ആരാധ്യനായിരിക്കേണ്ടത്. യേശുവിനെ എത്രമാത്രം ഉയർത്തുവാൻ സാധിക്കുമോ അത് നമുക്ക് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ അതായിരിക്കും സ്വർഗത്തിലെ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്ന വിഷയം. ഞാൻ ഓർപ്പിക്കട്ടെ, അവസാനത്തെ തെറ്റായിരിക്കുന്ന ചിന്തയാണ്. അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു? എല്ലാം ആ മനുഷ്യനുമായിട്ട് ബന്ധത്തില്, എല്ലാം ആ മനുഷ്യനുമായിരിക്കുന്ന കാര്യത്തില് ആ പുള്ളി ഇല്ലെങ്കിൽ ഒന്നുമില്ല. അതല്ല വിഷയം, അതല്ല സഭ മനസ്സിലാക്കേണ്ടത്. സഭ എന്ന് പറയുന്നത് നമ്മൾ ഒരുമിച്ച് കൈകോർത്ത് പിടിക്കുന്നതായിരിക്കുമ്പോൾ ദൈവം നമ്മെ ദൈവം നമ്മെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്ന സ്ഥാനത്ത് ദൈവം ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ തക്കോണം എന്നെ നിങ്ങളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുമ്പോൾ ആ മേഖലകൾ ദൈവം കൊണ്ട് നിർത്തിയിരിക്കുന്ന സ്ഥാനത്ത് എനിക്കും നിങ്ങൾക്കും ഉണ്ടാകേണ്ട ഒരു തീരുമാനം ഇതായിരിക്കണം: ഏത് സ്ഥാനത്ത് ദൈവം എന്നെ നിർത്തുന്നുവോ, ഏത് സാഹചര്യത്തിൽ ദൈവം എന്നെ നിർത്തുന്നുവോ, ആ സ്ഥാനത്ത് എനിക്ക് തന്ന ദൈവത്തിന്റെ കൃപ, ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് വ്യാപാരം ചെയ്യുമെന്നുള്ള ഒരു തീരുമാനം എന്റെയും നിങ്ങളുടെ മുൻപിലുണ്ടെങ്കിൽ അത് വളരെ അനുഗ്രഹമായിരിക്കും. എല്ലാ കണ്ണുകളും ശാന്തമായിട്ട് അടച്ചാട്ട് ഒരു നിമിഷം നിങ്ങൾ തന്നെ സ്വയമായിട്ട് പ്രാർത്ഥിച്ചാട്ട്. ദൈവമേ, ഇന്ന് കേൾപ്പിച്ചുമാർഗ ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്നുകൊണ്ട് ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്ന കർത്താവേ,
ഹല്ലേലൂയ. ഈ പ്രധാനപ്പെട്ടതായിരിക്കുന്ന 5 തെറ്റുകൾ സഭയിൽ കടന്നു വരുമ്പോൾ, പല വ്യത്യസ്തമാർഗ ചിന്തകൾ കടന്നു വരുമ്പോൾ, നിങ്ങളൊന്ന് ശാന്തമായി ചിന്തിച്ച് അതിനകത്ത് ഏതിലാണ് ഞാൻ നിങ്ങളും അകപ്പെട്ടിരിക്കുന്നത്? ഇന്ന് പകൽക്കാലം ദൈവത്തോട് പറയുമോ, കർത്താവേ, എൻ്റെ ലൈഫിനെ, എൻ്റെ ജീവിതത്തെ ഞാൻ നിന്റെ കരങ്ങളെ കേൾപ്പിക്കുക. നിന്റെ ഇഷ്ടം നിറവേറ്റപ്പെടുക. ഈ കുരുട്ട് കണ്ണുകൾ തുറക്കപ്പെട്ടിരിക്കുക. അതിനനുസൃതമായിട്ട് മുൻപോട്ട് പ്രവർത്തിപ്പാൻ എന്നെ നീ Blessed be the name, blessed be the name.